നമ്മുടെ ജീവിതകാലം മുഴുവനും ആസ്വദിച്ച ഒരു രുചി, വളരെ ആഴമേറിയതും റിച്ചും സ്വാദിഷ്ടവുമായ ഒരു സ്വാദ്. പക്ഷേ അതിൻ്റെ പേര് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സ്വാദിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതാണ് ഉമാമി. ഇന്ന് നമുക്ക് ഉമാമിയുടെ ലോകത്തിലേക്ക് ഒന്ന് പോകാം. ഞാൻ ഷെഫ് ജോജി. ബിയോണ്ട് ദ പ്ലേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. മധുരം, പുളി, ഉപ്പ്, കയ്പ്പ്, ഈ 4 അടിസ്ഥാന രുചികളെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് നാം എല്ലാവരും വളർന്നത്. എന്നാൽ 5ാമതായി ഒരു രുചിയുണ്ട്. ആഴത്തിൽ തൃപ്തികരവും സ്വാദിഷ്ടവും സമ്പന്നവുമായ ആ രുചിയാണ് ഉമാമി. രുചികരമായ രുചി എന്നർത്ഥമുള്ള ഒരു ജാപ്പനീസ് പദമാണ് ഉമാമി. ഉമാമി വളരെ സൂക്ഷ്മമാണെങ്കിലും ശക്തമായ ടേസ്റ്റാണ്. പഴയ ചീസ്, സോയാ സോസ്, തക്കാളി, കൂണ്, മീറ്റ്, എന്തിനേറെ പറയുന്നു മുലപ്പാലിൽ പോലും ഉമാമി ഉണ്ട്. ഉമാമിയുടെ കഥ തുടങ്ങുന്നത് 1908 ജപ്പാനിലാണ്. കിക്കുനെ ഇക്കെഡ എന്ന ശാസ്ത്രജ്ഞൻ സീവീഡ് അഥവാ കടൽ പായൽ കൊണ്ടുള്ള ഡാഷി എന്ന സൂപ്പ് കുടിച്ചപ്പോൾ ഉപ്പിനും കയ്പിനുമപ്പുറം വേറെ എന്തോ ഒരു ടേസ്റ്റ് അതിനുണ്ടെന്ന് മനസ്സിലാക്കി. കൊമ്പ് സീവീഡിലെ ഒരു അമിനോ ആസിഡായ ഗ്ലൂട്ടാമേറ്റിൽ നിന്നാണ് ഈ രുചി വരുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ശാസ്ത്രജ്ഞനായ ഇക്കെഡ അതിൽ നിന്നും ഗ്ലൂട്ടാമിക് ആസിഡ് വേർതിരിച്ചെടുത്തു. അദ്ദേഹം അതിനെ രുചികരമായ രുചി എന്നർത്ഥം വരുന്ന ഉമാമി എന്ന് വിളിച്ചു. അങ്ങനെ ലോകം ആദ്യമായി ഉമാമിയെ കണ്ടുമുട്ടി. നമുക്ക് അറിയാവുന്ന പോലെ നാവിൻ്റെ മുൻഭാഗത്ത് മധുരം, അതിന് ഇരുവശവും ഉപ്പ്, അതിനു പിന്നിലായി പുളി, ഏറ്റവും പിന്നിലായി കയ്പ്പ്. എന്നാൽ ഇതിനെല്ലാം മധ്യഭാഗത്തായിട്ടാണ് ഉമാമി തിരിച്ചറിയുന്ന ഭാഗമുള്ളത്. ഉമാമി ജപ്പാനിൽ മാത്രമുണ്ടായ ഒരു രുചിയല്ല. ലോകത്തെല്ലായിടത്തും ഈ സ്വാദ് ജനങ്ങൾ ആസ്വദിച്ചിരുന്നു. എന്നാൽ ഇതൊരു 5ാമത്തെ വിശിഷ്ടമായ രുചിയാണെന്ന് ആരും മനസ്സിലാക്കിയിരുന്നില്ല. ഈ ഉമാമി എന്ന സ്വാദ് വീണ്ടും എല്ലായിടത്തും ഉപയോഗിക്കുവാൻ വേണ്ടി ഇക്കേഡ അത് നിർമ്മിക്കുവാനുള്ള പേറ്റന്റ് എടുത്തു. അങ്ങനെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അഥവാ MSGക്ക് ഇക്കേഡ പേറ്റന്റ് നേടി. ആ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, ഈ MSG തന്നെയാണ് അജിനാമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ നാവിൽ ഈ ഗ്ലൂട്ടോമേറ്റ്സും ന്യൂക്ലിയോതൈഡ്സും തിരിച്ചറിയാനുള്ള പ്രത്യേക റിസപ്റ്ററുകൾ ഉണ്ട്. അതുകൊണ്ട് ഉമാമി നമ്മൾ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ടേസ്റ്റ് ഒന്നും അല്ല, നമ്മിൽ തന്നെ ഉള്ളതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉമാമി തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ അയക്കും. പരിണാമപരമായി പറഞ്ഞാൽ ഉമാമി ആദ്യകാല മനുഷ്യരെ പോഷകസമൃദ്ധമായ ഭക്ഷണം തേടാൻ സഹായിച്ചിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നന്നായി പഴുത്ത തക്കാളിയിലും പഴകിയ ചീസിലും വേവിച്ച മാംസത്തിലും സോയാ സോസിലും ഒക്കെ നിങ്ങൾ ഈ ഉമാമി രുചിച്ചിട്ടുണ്ട്. നമ്മൾ ഉമാമി ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ നാവിലെ ടേസ്റ്റ് ബഡ്സ് തലച്ചോറിനോട് പറയും, ഇത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്, കഴിച്ചോ എന്ന്. അജിനോമോട്ടോ ചേർത്ത ഭക്ഷണം നാം വീണ്ടും കഴിക്കുന്നതിൻ്റെ ഗുട്ടൻസ് ഇപ്പോൾ പിടികിട്ടിയല്ലോ. അങ്ങനെ ഉമാമി രുചിയുള്ള MSG അഥവാ അജിനോമോട്ടോ ജപ്പാനിൽ തുടങ്ങി ലോകം മുഴുവൻ കീഴടക്കുവാൻ തുടങ്ങിയെങ്കിലും 1960കളിൽ പാശ്ചാത്യ മാധ്യമങ്ങളിൽ MSG ഒരു വില്ലനായി മാറി. ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രം എന്ന പേരിൽ MSGക്ക് അനേകം ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു. MSG ചേർത്ത ഭക്ഷണങ്ങൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടായി. എന്നാൽ അതൊരു തെറ്റായ പ്രചരണം ആയിരുന്നുവെന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. എന്തിനേറെ നമ്മുടെ നാട്ടിൽ ഇന്നും അജിനോമോട്ടോ എന്തോ വിഷവസ്തു ആണെന്ന മണ്ടത്തരം വിശ്വസിക്കുന്നവരാണ് ഏറെയും. വിദേശ വിദ്വേഷത്തിലും തെറ്റായ വിവരങ്ങളിലും നിന്നാണ് ഈ ഭയം ഉദ്ഭവിച്ചത്. സാധാരണ അളവിൽ MSG സുരക്ഷിതമാണെന്ന് എണ്ണമറ്റ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അജിനോമോട്ടോയേക്കാളും അപകടമാണ് നമ്മുടെ ഉപ്പ്. എന്നുവെച്ചാൽ ഉപ്പിനേക്കാളും സേഫാണ് അജിനോമോട്ടോ. അസുഖമായിരിക്കുമ്പോൾ നാം കുടിക്കുന്ന ചിക്കൻ സൂപ്പിൻ്റെ രുചി ഓർമ്മയില്ലേ? നല്ല ചൂട് രസം കുടിക്കുന്നത് എത്ര സുഖമാണെന്ന്. ഉമാമിയാണ് ഈ അനുഭവം നമുക്ക് നൽകുന്നത്. ഉമാമി നമ്മുടെ ഓർമ്മയും ഇമോഷനും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മുലപ്പാലിലാണ് ഏറ്റവും ഉയർന്ന അളവിൽ ഗ്ലൂട്ടോമേറ്റുകൾ അടങ്ങിയിട്ടുള്ളത്. എന്നുവെച്ചാൽ
അജിനോമോട്ടോ രുചിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം തുടങ്ങുന്നത് തന്നെ. അതാണ് നമ്മുടെ ആദ്യത്തെ ഉമാമി അനുഭവം. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് അജിനോമോട്ടോ കഴിക്കരുത്, അത് അപകടമാണെന്ന് പറഞ്ഞാൽ അവരോട് പറയാം, എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളത് സ്വാഭാവികമായി കഴിക്കുന്നതാണ് എന്ന് മാത്രമല്ല, നിങ്ങൾ ജീവിതത്തിൽ ആദ്യം രുചിച്ചത് ഈ MSG ആണെന്ന്. ഉമാമിയുടെ സ്വാദ് നാം മനസ്സിലാക്കിയാൽ എല്ലായിടത്തും നമുക്കത് ആസ്വദിക്കാൻ കഴിയും. ഉമാമി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപ്പ് കഴിക്കുന്നത് കുറയ്ക്കാനും സസ്യാധിഷ്ഠിത ഭക്ഷണം കൂടുതൽ തൃപ്തികരമാക്കാനും സഹായിക്കും. എന്നാൽ എന്തായാലും അധികമായാൽ ആപത്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അമിത ഉപയോഗം കുറയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇവയൊക്കെ ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.